ഹലോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഈ വീഡിയോയുടെ ഒരു തുടക്കം പോലെയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു എപ്പോഴാണ് ചെറിയ ഹെൽത്ത് ചെക്കപ്പുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, ചിലതൊക്കെ പതിവായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നുകൂടി റെഫർ ചെയ്ത് നോക്കി. ഓരോ ഗൈഡ് ലൈൻസ് ആണ് നോക്കിയത്. പല ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്കിതൊരു യൂണിഫോം ഗൈഡ് ലൈൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ തന്നെ ചോദിക്കും, നമുക്ക് അൾട്രാസൗണ്ട് എടുത്തുകൂടെ, ഹോൾ ബോഡി CT എടുത്തുകൂടെ, പെറ്റ് സ്കാൻ എടുത്തുകൂടെ. അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അതെനിക്ക് പണ്ടേ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററിയിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഒരു റേഡിയോളജിസ്റ്റ് ഒരു കാലത്ത് പറഞ്ഞിരുന്നു, നമുക്ക് എന്തുകൊണ്ട് MRI നമുക്കുണ്ട്, CT സ്കാൻ ഉണ്ട്, ഇപ്പം പെറ്റ് സ്കാൻ ഉണ്ട്, ഇതുപോലത്തെ വലിയ ഹൈ സ്റ്റൈൽ സ്കാനുകളും ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം എല്ലാ കൊല്ലവും നല്ല കാശുള്ളവർക്ക് ചെയ്തുകൂടെ, കാശൊരു ഇഷ്യൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് സ്ക്രീനിങ് തുടങ്ങിയായിരുന്നു. ഇപ്പം അത് പക്ഷെ അതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ ഒത്തിരി ചിലവ് വരും. അതൊന്ന്. രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വലിയ വലിയ സ്കാനുകളും ടെസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ, ആയിരക്കണക്കിന് പാരമീറ്റേഴ്സ് അല്ലെങ്കിൽ നൂറുകണക്കിന് പാരമീറ്റേഴ്സൊക്കെ ഉള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ, അതിൽ ബൈ ചാൻസ് ആയിട്ടും അല്ലാതെയും നോർമലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സംശയമുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ പൊങ്ങി വരും. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ പോകും. അതിൻ്റെ പുറകെ പോയിട്ട് അടുത്ത സ്കാന്, അടുത്ത ടെസ്റ്റ്, അടുത്ത ബയോപ്സികൾ, അടുത്ത സർജറികൾ, അങ്ങനെ പ്രൊസീജിയേഴ്സ്, അങ്ങനെ അതിൻ്റെ പുറകെ പോകും. അത് ലോങ് ടേമിൽ നമ്മൾ ഓരോ മനുഷ്യർക്കും അത് ചെയ്യുന്നവർക്ക് തന്നെ പ്രോബ്ലം ഉണ്ടാക്കും എന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ഓവറായിട്ട് നമ്മൾ പ്രിവെൻറ്റീവായിട്ടുള്ള ഹെൽത്ത് സ്ക്രീനിങ്ങുകൾ ചെയ്യരുത്. പക്ഷേ എന്തൊക്കെ ചെയ്യണം? പക്ഷേ എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഇത്രയും ഇക്കാലത്ത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കേട്ടോ. യാതൊരു സംശയവും വേണ്ട. പക്ഷേ നമ്മളിതൊക്കെ സ്റ്റാർട്ട് ചെയ്യും, എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ ചില ഗൈഡ് ലൈൻസുകളുണ്ട്. നമ്മളെപ്പോഴും ഈ ഗൈഡ് ലൈനുകൾ നോക്കുമ്പോൾ, നിങ്ങളാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ UK നൈസ് ഗൈഡ് ലൈൻസ് നോക്കാവുന്നതാണ്. അപ്പോൾ അത് NHS ആണ്, അവിടുത്തെ ഗവൺമെൻറ് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അവിടെ മെയിനായിട്ടും. അപ്പോൾ ആ ഗവൺമെൻറ് സെറ്റപ്പിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അതായത് ഒരു ഡെവലപ്ഡ് കൺട്രി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർ മാക്സിമം ചിലവ് കുറച്ചും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് മാത്രമേ അവിടെ ഇടുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇവിടെ അത് അതേപോലെ ചെയ്യാമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരുമാതിരി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അങ്ങനെ തന്നെ എടുക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇവിടെയുള്ള നല്ല ഹോസ്പിറ്റലുകളിൽ ഡെഫിനറ്റായിട്ട് എടുക്കാവുന്ന ഗൈഡ് ലൈനുകളാണ് നൈസ് ഗൈഡ് ലൈനുകൾ ഉള്ളത്. പക്ഷേ അത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും അത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. പക്ഷേ പിന്നെ നൈസ് ഗൈഡ് ലൈൻസ് ഉണ്ട്, US ഗൈഡ് ലൈൻസ് ഉണ്ട്, പിന്നെ പല അതുപോലത്തെ രാജ്യങ്ങളിലെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് കമ്പാരറ്റീവ്ലി കുറവാണ്. പക്ഷേ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 കൊല്ലം കൂടുമ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യണം, മാമോഗ്രാം 2 കൊല്ലം കൂടുമ്പോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ലെവലിൽ അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പലയിടത്തും ഇല്ല. അല്ലെങ്കിൽ അത് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല. എത്ര എണ്ണം നമ്മൾ പിക്ക് ചെയ്യുന്നു അതുകൊണ്ട് കാര്യമുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഓവർ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ടോ? ഇതൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇത് ബയോപ്സി ചെയ്യാനും ഇത് പത്തോളജി ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ആ സിസ്റ്റംസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഗൈഡ് ലൈൻസുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ പൊതുവേ നമ്മുടെ നാട്ടിലാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ പല ഗൈഡ് ലൈനുകളും കുട്ടികൾക്കുള്ളത് ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. കുട്ടികൾക്കുള്ളത് പറയുന്നേ ഇല്ല. നമ്മളൊരു 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ, 40 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ, 65 വയസ്സിന് മേലെ അല്ലെങ്കിൽ 70 വയസ്സിന് മേലെ, ഇങ്ങനെയൊക്കെയാണ് ഗൈഡ് ലൈൻ ജനറലി വരുന്നത്. 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ പല ഗൈഡ് ലൈനുകളിലും പറയുന്നത് ആനുവലായിട്ട് തന്നെ വെൽബീയിങ് ചെക്കപ്പ് ചെയ്യണം എന്ന് പല ഗൈഡുകളിലും പറയുന്നുണ്ട്. പക്ഷെ അപ്പം നോക്കേണ്ടത് ജസ്റ്റ് നമ്മുടെ ഇവിടെ ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ആൽക്കഹോൾ, ടുബാക്കോ, ഡ്രഗ്സ് മുതലായവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്ര ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. അതനുസരിച്ച് പിന്നെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല, ഡോക്ടർമാർ ചോദിക്കാറില്ല. നമ്മളാണെങ്കിലും ചെയ്യുമ്പോൾ അത് പറയാറില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതാണ് ഒരു പ്രധാന കാരണം 20 മുതൽ 40 വയസ്സ് വരെയുള്ള ഒരു സിറ്റുവേഷനിൽ. പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ HbA1c, കൊളസ്ട്രോൾ, ലൈപ്പിഡ് പ്രൊഫൈൽ മുതലായ ടെസ്റ്റുകൾ, അതായത് ബേസിക് ടെസ്റ്റുകൾ അവർ പറയുന്നത് നോർമലാണെങ്കിൽ 20 തൊട്ട് 40 വയസ്സ് വരെ 3-4 വയസ്സ് കൂടുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫോറിൻ കൺട്രീസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇതിൽ യങ് ഹാർട്ട് അറ്റാക്സ് കൂടുതലാണ്, നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ചിലപ്പോൾ കൂടുതലാണ് ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിലൊരിക്കൽ ചെയ്യുന്നതിലും തെറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1-2 കൊല്ലം കൂടുമ്പം എങ്കിലും ഈ ബ്ലഡ് ടെസ്റ്റുകൾ, കൊളസ്ട്രോള്, ലൈപ്പിഡ് പ്രൊഫൈല്, ബ്ലഡ് പ്രഷർ, ബോഡി വെയ്റ്റ്, നമ്മുടെ വെയിറ്റ് എത്രയാണ്, അപ്പോൾ ആ വെയ്റ്റിനനുസരിച്ച്, ഹൈറ്റിനനുസരിച്ചാണോ വെയിറ്റ്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു റിസ്ക് അസസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ഹീമോഗ്ലോബിൻ, HbA1c എന്ന് പറയുന്ന സാധനം, അപ്പോൾ അതൊരു 3 മാസത്തെ കിട്ടും. പിന്നെ ബേസിക് കിഡ്നി ആൻഡ് ലിവറിൻ്റെ ടെസ്റ്റുകൾ, അതായത് റീനൽ ഫങ്ഷനും ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളും ചെയ്യാവുന്നതാണ്. അതും 2-3 കൊല്ലം കൂടുമ്പോൾ എന്തായാലും ചെയ്യാവുന്നതാണ് 20 തൊട്ട് 40 വയസ്സ് വരെ എന്നുള്ളതാണ് ജനറൽ ഗൈഡ് ലൈൻ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ടുപിടിച്ച് നമ്മൾ ആ ആളെ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യാമല്ലോ, ഇത് ചെയ്യാമല്ലോ, അത് ചെയ്യാമല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഓവറായിട്ട് എന്നാൽ CT സ്കാൻ ചെയ്തുകൂടെ, MRI ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ചെയ്യിപ്പിച്ചു എന്ന് വരാം. കാരണം പിന്നെ നമ്മൾ അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ പുള്ളിയുടെ കുറ്റമായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുപോലെ പ്രഷറൈസ് ചെയ്യേണ്ടതും ആവശ്യമില്ല. അത് ഒക്കെ അതിനെപ്പറ്റി പിന്നെ ഒരു പ്രാവശ്യം പറയാം, നമ്മൾ എന്തൊക്കെ ചോദിക്കുക, എന്തൊക്കെ പറയാം. നമ്മൾ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ടെസ്റ്റ് ചെയ്യിക്കും എന്നുള്ള ബേസിക് ആയിട്ടുള്ളൊരു സത്യം അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. 40 വയസ്സിന് ശേഷം നമ്മുടെ നാട്ടിൽ ഡെഫിനറ്റായിട്ടും പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലെങ്കിലും ഒരു ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അത് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് അങ്ങനത്തെ ഒരു പാക്കേജ് ആയിട്ടല്ല ഞാൻ പറയുന്നത് സാധാരണ ഫിസിഷ്യനെ പോയി കണ്ട് ഈ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. നമ്മൾ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഫിസിഷ്യനെ കണ്ട് അദ്ദേഹം പറയുന്ന ബ്ലഡ് ടെസ്റ്റുകൾ തന്നെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് കാണിക്കുന്നതാണ്. കാരണം അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാൻ പറ്റുന്നത് നമ്മളെക്കാളും നന്നായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിനായിരിക്കാം. ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് 40 വയസ്സ് കഴിയുമ്പോൾ ഡെഫിനറ്റായിട്ടും ഫോറിൻ കൺട്രീസിൽ എഗെയിൻ 2 കൊല്ലം മുതൽ 3 കൊല്ലം കൂടുമ്പോഴാണ് നോർമൽ ആണെങ്കിൽ ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നതെങ്കിലും നമ്മുടെ നാട്ടിൽ അതൊരു 1 ഇയർ കൂടുമ്പം കുറച്ചെങ്കിലും നമ്മുടെ മാറ്റം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചിലപ്പോൾ കൂടുതൽ 2-3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ചെയ്യേണ്ട വന്നേക്കാം. അപ്പോൾ ബ്ലഡ് പ്രഷർ ചെക്കപ്പ്, ബോഡി വെയ്റ്റ്, പിന്നെ ഒരു കാര്യം 20 വയസ്സ് തൊട്ടാണെങ്കിൽ പോലും പല ഗൈഡ് ലൈനിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഫോറിൻ കൺട്രീസിൽ മെൻ്റൽ ഹെൽത്തും കൂടെ സ്ക്രീൻ ചെയ്യാറുണ്ട്. ഡിപ്രഷൻ ഉണ്ടോ, ആങ്സൈറ്റി ഉണ്ടോ എന്നൊക്കെ ചെറിയ ക്വസ്റ്റ്യനേഴ്സ് വെച്ച് സ്ക്രീൻ ചെയ്യാറുണ്ട്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് നമ്മുടെ നാട്ടിലത് ചെയ്യാറേ ഇല്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ നാട്ടിലത് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്യാൻ എളുപ്പവുമാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അധികാരികൾ ശ്രദ്ധിക്കുമായിരിക്കും. ഇനിയത്തെ ഗൈഡ് ലൈനുകളിലൊക്കെ അത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വാദിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ബ്ലഡ് ടെസ്റ്റുകൾ ഡെഫിനറ്റായിട്ടും ഇതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ, അതിനകത്ത് പ്രധാനമായിട്ട് HbA1c ആണ് ഇപ്പം സ്ക്രീനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ലൈപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന സാധനം, കൊളസ്ട്രോള്, പിന്നെ റീനൽ ഫങ്ഷൻ ടെസ്റ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളും വേണമെങ്കിൽ അത് ഗൈഡ് ലൈനുകളിൽ അത്ര ക്ലിയറായിട്ട് പറയുന്നില്ലെങ്കിലും അതും കൂടെ നമുക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞിട്ട് ചില സ്പെസിഫിക് സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. പക്ഷേ അത് ഇന്ത്യക്ക് ഗൈഡ് ലൈനുകൾ അധികമില്ല. പുറത്ത് പല രാജ്യങ്ങളിലും പല ഗൈഡ് ലൈനുകളാണ് ഉള്ളത്. ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്, ചിലപ്പോൾ ചെറിയ പ്രായത്തിലെ തന്നെ ഗൈനക്കോളജിസ്റ്റുകളെ കാണുമ്പോഴൊക്കെ പാപ്പ് സ്മിയർ എടുക്കുക, സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ്, പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സ്ക്രീനിങ്, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിവിടെ ഗൈഡ് ലൈനുകൾ എങ്ങനെയാണെന്നുള്ളത് പിന്നെ പലരും പല മാതിരിയാണ്. അതിന് ചില ഗൈഡ് ലൈനുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ നോക്കിയാൽ ശരിയാകും. എപ്പോഴെങ്കിലും ഗൈനക്കോളജിസ്റ്റുകളെ കാണുമ്പോൾ സ്ത്രീകൾ അതിനെപ്പറ്റി ചോദിക്കേണ്ടതാണ്. മാമോഗ്രാം
മാമോഗ്രാം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇവിടെയും ഗൈഡ് ലൈനുകൾ മാൻഡേറ്ററി ആയിട്ടില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും 40 വയസ്സ് മുതൽ 2-3 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 കൊല്ലം കൂടുമ്പോഴൊക്കെ മാമോഗ്രാം ചെയ്ത് സ്ക്രീൻ ചെയ്യാറുണ്ട്. പല ഗൈഡ് ലൈനുകളും ഉണ്ട്. അതിനകത്ത് ചില കോൺട്രവേഴ്സികളുമുണ്ട്. അതായത് മാമോഗ്രാം കൊണ്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ നേരത്തെ ബ്രസ്റ്റ് ക്യാൻസർ അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. അപ്പം നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റി ക്ലിയർ ഗൈഡ് ലൈൻസ് ഇല്ല. പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അസുഖം ഉണ്ടെങ്കിലും ഡെഫിനറ്റായിട്ടും ആ സ്ക്രീനിങ്ങിനെ പറ്റി ഡോക്ടറോട് ചോദിക്കേണ്ടതാണ് മാമോഗ്രാം. പിന്നെയുള്ളത് കോളൺ ക്യാൻസറാണ്. നമ്മുടെ നാട്ടിൽ സ്ക്രീനിങ് കൊണ്ട് നമുക്ക് നേരത്തെ കണ്ടെത്താവുന്ന ക്യാൻസറുകളിൽ ഡെഫിനറ്റായിട്ട് വരണം. ആ സാധനം ചില കൺട്രീസിൽ 50 വയസ്സ് മുതൽ അല്ലെങ്കിൽ 45 വയസ്സ് മുതൽ 10 കൊല്ലം കൂടുമ്പോൾ കൊളോണോസ്കോപ്പി വരെ ചെയ്യുന്നുണ്ട് ചില രാജ്യങ്ങളിൽ. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ചിലർ ഒക്കൾട്ട് ബ്ലഡ് മാത്രമാണ് സ്ക്രീനിങ് ചെയ്യുന്നത്. ഇതും നമ്മുടെ ഒരു ഡോക്ടേഴ്സിന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന സാധനമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് കാണാനായിട്ട് അതൊരു 55-60 വയസ്സുള്ള പുരുഷന്മാരിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ അതും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യേണ്ടതാണ്. അതിനും കോൺട്രവേഴ്സികളുണ്ട്. അപ്പം കൂടുതൽ സങ്കീർണമായതും വില കൂടിയതുമായിട്ടുള്ള ടെസ്റ്റുകൾ റുട്ടീനായിട്ട് അത് പ്രിവെൻറ്റീവായിട്ട് മാത്രം സ്ക്രീനിങ് ആയിട്ട് ചെയ്യുന്നതിൽ ഡെഫിനറ്റായിട്ടും കോൺട്രവേഴ്സികൾ കൂടിക്കൂടി വരികയാണ്. പക്ഷേ കോൺട്രവേഴ്സിയിൽ കുറവുള്ളത് ആനുവലായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക, ഈ റുട്ടീനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് പ്രഷർ, ഷുഗർ, മറ്റേ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് മരിക്കുന്നത്, അതായത് അവർ 40 വയസ്സിൽ, 50 വയസ്സിൽ, 60 വയസ്സിലൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും അല്ലാതെയും ആൾക്കാർക്ക് അസുഖം വരുന്നതും മരിക്കുന്നതും ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ആണ്. ഹാർട്ട് ഡിസീസിൻ്റെയും സ്ട്രോക്കിൻ്റെയും കാരണം അതറോസ്ക്ലീറോസിസ് ആണ്. ബ്ലഡ് വെസൽസിൽ കൊഴുപ്പടിഞ്ഞുകൂടി അത് നാരോ ആവുന്നതാണ്. ഇതിൻ്റെ പ്രധാന റിസ്ക് ഫാക്ടറുകൾ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, സിഗരറ്റ് സ്മോക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ ഡയബറ്റിസും ഇതിനൊരു റിസ്ക് ഫാക്ടറാണ്. ഡയബറ്റിസിന് പ്രമേഹം വേറെയും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊക്കെ പ്രമേഹവും നേരത്തെ കണ്ടെത്തി ചികിത്സിച്ച് ഈ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ ചികിത്സിച്ചാൽ നമുക്കൊരിക്കലും അസുഖം വരില്ല എന്നല്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ 20 വയസ്സിൽ ഉണ്ടാവേണ്ട അസുഖങ്ങൾ ചിലപ്പോൾ 20 വയസ്സിൽ നമ്മൾ സ്ക്രീൻ ചെയ്ത് തുടങ്ങി നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 40 വയസ്സിൽ ഉണ്ടാവേണ്ട പ്രശ്നങ്ങൾ ചിലപ്പോൾ 50 വയസ്സിലേക്കോ 60 വയസ്സിലേക്കോ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. 60 വയസ്സിൽ ഉണ്ടാവേണ്ട പ്രശ്നങ്ങൾ 70 വയസ്സിലേക്കോ 80 വയസ്സിലേക്കോ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ കീ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ജീവിച്ചിരിക്കും എന്നുള്ളതല്ല. 100 വയസ്സ്, 150 വയസ്സ്, 200 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ളതല്ല. നമുക്ക് ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 കൊല്ലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാല്യുബിളാണ്. 20 കൊല്ലം, 15 കൊല്ലം ഒക്കെ ഭയങ്കര വാല്യുബിളാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ 40 വയസ്സിൽ ചെറിയ 3-4 പിള്ളേരുള്ളപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് പിടിച്ച് മരിച്ചു പോകുന്നതോ കിടപ്പിലാവുന്നതോ സ്ട്രോക്ക് വന്ന് കിടപ്പിലാവുന്നതും 65 വയസ്സിലോ 70 വയസ്സിലോ അത് വരുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. അതാണ് അതിൻ്റെ ശരിക്കുള്ള സാങ്കത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് കമൻറ്റുകൾ ഇടുക. ഓക്കെ.